കർത്താവിങ്കിൽ നിന്ന് ചില അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും പ്രാപിക്കുവാൻ നാം വളരെ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? സദൃശ്യവാക്യം 19:17 എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പോൾ കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒന്നാമത്തെ വഴി എളിയവനോട് കൃപ കാണിക്കുക എന്നതാണ്. അങ്ങനെ എളിയവനോട് ഒരുവൻ കൃപ കാണിക്കുമ്പോൾ അവൻ വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. പിന്നെയും പല വഴികളുണ്ട്. രണ്ടാമത്തെ വഴി, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. മൂന്നാമത്തെ വഴി, നാം കർത്താവിന് വേണ്ടിയും അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ധാരാളം കൊടുക്കുന്നതാണ്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി വലിയൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതെ, പിന്നെയും മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. നാലാമത്തെ വഴി എന്ന് പറയുന്നത്, ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് നന്മകൾ പ്രാപിപ്പാൻ ദൈവനാമനിമിത്തം വീടും നാടും അപ്പനെയും അമ്മയെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് നിലനിൽക്കുക എന്നതാണ്. അപ്രകാരം നാം ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരും. ഒരുപക്ഷെ നാം ഇത് ചിന്തിക്കുമ്പോൾ ഈ 4 ചിന്തകളും ചിലത് വളരെ ഭാരമുള്ളതും പ്രയാസമുള്ളതുമായി നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ മാത്രം മൂല്യവും വിലയും കൊടുത്ത് ഒരുവൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപം ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം വെച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് തന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായി ഏൽപ്പിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, എളിയവനോട് കൃപ കാണിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.